ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ ജഗത് കൃഷ്ണയുടെ സെക്കൻഡ് ബർത്ത്ഡേ. നമ്മൾ വീട്ടിൽ ആഘോഷമൊന്നും നടത്തുന്നില്ല. ഇന്ന് നമ്മളൊരു ബിസി ഡേ ആണ്. മണ്ഡലമാസം 41. അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പ്രത്യേക പൂജയും വാർഷിക ആഘോഷവും മണ്ഡലപൂജയും എല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ രാവിലെ അവിടെ പോയിട്ട് വന്നതാണ്. വീണ്ടും നമ്മൾ മഹാപൂജയുടെ സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് മോളുടെ സ്കൂളിൽ വാർഷികമാണ്, 50ാമത്തെ വാർഷികം. അപ്പോൾ അവിടെ മോള് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടേക്ക് പോകണം. അത് കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വന്നിട്ട് അമ്പലത്തിൽ ഘോഷയാത്രയും പൂജയും ഒക്കെ ഉണ്ട്. അതിൽ പങ്കെടുക്കണം. അങ്ങനെ ഞങ്ങൾ അഡ്ഡോളെ അയ്യപ്പ സന്നിധിയിൽ എത്തിച്ചേർന്നു. രാവിലെ തന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. ഗണഹോമ എന്നാണ് ഇവിടെ പറയുക. ഇപ്പോൾ മഹാപൂജയുടെ സമയമായി. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ മോളുടെ സ്കൂളിലേക്ക് പോയി. BPPS, ബിഷപ്പ് പോളികാർപ്പോസ് പബ്ലിക് സ്കൂൾ, ഉദനെ. ഇവിടെ pre-KGയിലാണ് കൃഷ്ണ പഠിക്കുന്നത്. സ്കൂളിൻ്റെ 50th ആനിവേഴ്സറി സെലിബ്രേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. pre-KG, LKG, UKG കുട്ടികൾക്ക് ഇനാഗുറേഷൻ സെറിമണിയുടെ മുന്നേ അവരുടെ ഫങ്ഷൻസ്, അവരുടെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ നടത്തുക. ഇപ്പം സ്റ്റേജിൽ ശിങ്കാരിമേളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. pre-KG കുട്ടികളുടെ ഡാൻസാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്ത് നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഞങ്ങൾ മോളുടെ പ്രോഗ്രാം കഴിഞ്ഞതേ വീട്ടിലോട്ട് പോയി ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴേക്കും ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഘോഷയാത്രയ്ക്ക് ഇവിടെ മെരവണികയെന്ന് പറയും. നമ്മുടെ പിക്കപ്പിലാണ് ഏറ്റവും ഫ്രണ്ടിൽ ഫ്ലാഗ് കൊണ്ടുപോകുന്നത്. പിക്കപ്പ് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുണുത്തു ഭജന പറയും. അത് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഈ ഭജന ഇലത്താളം ഇങ്ങനെ അടിച്ചിട്ട് ഡാൻസ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ്. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ശിങ്കാരി മേളം, അമ്മയും മമ്മിയൊക്കെ താലപ്പൊലി എടുത്തു.
ഘോഷയാത്ര അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് മുകളിൽ ദേവീക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ പോയിട്ട് അവിടുന്ന് ആരതി ഒഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് ഇവിടെ തന്നെയാണ് അവസാനിപ്പിച്ചത്. ഇതാണ് ദേവിയുടെ കട്ട. ഇവിടെ നിന്നാണ് കുറച്ച് സമയം ആരതിയൊക്കെ ഒഴിഞ്ഞ് പിന്നെ തിരിച്ച് അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോയി. അയ്യപ്പൻ്റെ ഫോട്ടോ പിടിച്ച് സ്വാമിമാർ വരുന്നില്ലേ, അതിൻ്റെ മുൻപിൽ താലം പിടിച്ച് നടക്കുന്നതാണ് പപ്പ. അങ്ങനെ ഈ ഘോഷയാത്ര അതിഗംഭീരമായിട്ട് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നതിന് ശേഷം കുറച്ച് സമയം കൂടെ കുണുത്ത് ഭജനയൊക്കെ അമ്പലത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവസാനത്തെ പൂജ, രംഗപൂജ എന്ന് പറയും, ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചെയ്യുന്ന പൂജ, അതോടെ ഉത്സവം സമാപിക്കുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി. ഇന്ന് ജഗന്നാഥിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാത്രിയുള്ള ഭക്ഷണം ജഗന്നാഥിൻ്റെ വകയായിരുന്നു.